ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്ന ഒരു ബീച്ചിലോട്ടാണ്. അഴീക്കൽ ബീച്ച് എന്നാണ് പേരത്. കൊല്ലത്തുനിന്ന് വരുന്നവർക്കും ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നവർക്കും ഓച്ചിറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മളിത് ഈ ബീച്ചിലോട്ട് നമ്മൾ പോകുന്നത്. ഏകദേശം ഓച്ചിറയിൽ നിന്ന് നമ്മൾ ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമുക്ക് പോകാൻ പറ്റുന്ന നല്ലൊരു ബീച്ചാണ്. അവിടെ കൊറോണ ബാധിച്ച് കുറേ സമയം അവിടെ കുറേ ആൾക്കാർക്ക് കൊറോണ പോസിറ്റീവ് ആവുകയും അങ്ങനെ ആ ബീച്ച് കുറേ നാളത്തേക്ക് ഇപ്പം ആൾക്കാർക്കൊന്നും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. അവിടുന്ന് ഇപ്പോൾ അതൊക്കെ മാറ്റി ഇപ്പം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇന്നൊന്ന് പോയിട്ട് അവിടെ എങ്ങനെയാണ് ആൾക്കാരെയൊക്കെ അലൗ ചെയ്യുന്നുണ്ടോ, കാണാൻ പറ്റുമോ, ബീച്ചിൽ കയറാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ തന്നെ കുറേ അവിടെ തന്നെ കുറേ ഒരു വ്യൂ നമുക്ക് കാണാനുണ്ട്. നല്ലൊരു ബീച്ചാണ്. എന്നാൽ നമുക്ക് അഴീക്കൽ ബീച്ചിലേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ടുവേഡ്സ് കൊല്ലം പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പോൾ വന്നിട്ട് ഈ ആലപ്പുഴ റൂട്ടിൽ തന്നെ വരിക, NH വരിക, വന്നിട്ട് ഓച്ചിറ എത്തുന്നതിന് മുമ്പ് നമ്മൾ പഴയ ഹൈവേയിലോട്ട് തന്നെ ഡീവിയേറ്റ് ചെയ്ത് കയറുക. എന്നിട്ട് ഓച്ചിറ അമ്പലത്തിനും പള്ളിക്കും ഇടയ്ക്കൂടെ നമുക്ക് വലത്തോട്ട് ആണ് ഈ അഴീക്കൽ ബീച്ചിലോട്ട് പോകുന്നത്. എല്ലാവർക്കും അറിയാം, ഇവിടെ തന്നെ ബോർഡിലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒന്നും വരില്ല, എല്ലാവർക്കും അറിയാം. ആ ഒരു റൂട്ട് തന്നെയാണ് ഈ മാതാ അമൃതാനന്ദമയി പോകുന്ന റൂട്ട് തന്നെയാണ്. ഇതാണ് ഓച്ചിറ അമ്പലം. ഓച്ചിറ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ പള്ളിയുടെ ഇടയ്ക്കൊന്ന് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ KSRTC ബസ് സ്റ്റാൻഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ജസ്റ്റ് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് അഴീക്കൽ ബീച്ചിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നമുക്ക് ദൂരമുണ്ട് അഴീക്കൽ ബീച്ചിലേക്ക്.
ഇത് നമ്മൾ അഴീക്കലെത്തുന്നതിന് മുമ്പുള്ള ഒരു വ്യൂ ആണ്. അതിന് മുമ്പുള്ള ഒരു പാലമാണ്. അതിൻ്റെ താഴോട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൂടുതലും മത്സ്യബന്ധന ബോട്ടുകളാണ്. അതെല്ലാം കടലിൽ പോയിട്ട് വന്നിട്ട് ഇവിടെയാണ് ഒതുക്കിയിടുന്നത്. ഇതൊക്കെ രാവിലെ വന്ന ബോട്ടുകളാണ്. ഇനിയിപ്പം വൈകുന്നേരം പോകാനുള്ളതും ഇവിടെ തന്നെ ഉണ്ട്. ഇത് നേരെ കായലിൽ കൂടെ കടലിലേക്ക് ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. അത് നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ തീരദേശ റോഡിൻ്റെ പണിയും കൂടെ അവിടെ നടക്കുന്നുണ്ട്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആലപ്പുഴ ടു കൊല്ലം നമുക്ക് ഹൈവേയിൽ കയറാണ്ട് തന്നെ നമുക്ക് ഈ തീരദേശ റൂട്ടിൽ കൂടെ തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അതിൻ്റെയും കൂടെ വർക്ക് ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഞാനത് ബീച്ചിൽ ചെന്ന് കഴിയുമ്പം അവിടെ നിന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. അതാണ് ആ ഒരു സൈഡിലോട്ടുള്ള റൂട്ടും കാര്യങ്ങളും എല്ലാം. ഇനി കൊല്ലം ജില്ലയിൽ നിന്ന് തീരദേശത്തൂടെ തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് കയറാൻ പറ്റും. ഇത് നേരെ ഓച്ചിറ എന്നുള്ള റോഡാണ്. ഇത് ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരദേശ റോഡിൽ കൂടെ തന്നെ പോവാം. ഇവിടുന്ന് ഈ റൗണ്ട് ബോട്ടം ചെന്നിട്ട് അവിടെ വലത്തോട്ട് റോഡുണ്ട്. വലത്തോട്ട് തിരിയുമ്പോഴാണ് നമ്മൾ അഴീക്കലോട്ടുള്ള ബീച്ച്. ഇവിടുന്ന് രണ്ട് സൈഡിലോട്ടും റോഡുണ്ട്. ഇവിടുന്ന് ഇടത്തോട്ട് പോവാം, അത് വേറെ റൂട്ടാണ്. ഇവിടുന്ന് വലത്തോട്ട് ഈ റോഡ് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ ബീച്ചാണ്. ഇതിൻ്റെ എൻഡ് ഒരു സൈഡ് ഫുള്ള് കടലാണ്. ഇവിടം തൊട്ട് തന്നെ കടലാണ്. സൈഡിൽ റോഡും ഒരു സൈഡിൽ ഫുള്ള് കടലുമാണ്. നല്ല രസമാണ് കാണാൻ. ഇവിടുന്ന് ഈ ഒരു വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്.
ഇവിടെയാണ് അഴീക്കൽ ബീച്ചിൻ്റെ പാർക്കിങ്. ഇത് പേ ആൻഡ് പാർക്കാണ്. 2 വീലറിന് സാധാരണ ഇവിടെ ചാർജ് ചെയ്യാറില്ല. ഇതുവരെ ഉള്ളത് കാര്യങ്ങൾ ഇനി അറിയില്ല, ഇനി വല്ല ചേഞ്ചസ് ഉണ്ടോയെന്ന് നമുക്കറിയില്ല. കാറിന് ഇവർ ചാർജിങ് ഈടാക്കുന്നതാണ്. ഇവിടെയാണ് പാർക്കിംഗ് സൗകര്യം ഉള്ളത്. പിന്നെ ആ ഒരു സൈഡും പാർക്കിംഗ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ കായലിൻ്റെ സൈഡിലായിട്ടും പാർക്കിംഗ് ഉണ്ട്. അവിടെ പേ ആൻഡ് പാർക്കൊന്നുമല്ല, അവിടെ നോർമലായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. സാധാരണ ഇവിടെ പാർക്ക് ചെയ്തിട്ടാണ്, ഇവിടെ കൂടെ സ്റ്റെപ്പുണ്ട്, അതുവഴിയാണ് നമ്മൾ ബീച്ചിലേക്ക് കയറുന്നത്. അവിടെ അരബത്തി കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഇരിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം സൗകര്യമുണ്ട്. എത്ര വണ്ടികൾ വന്നാലും നമുക്ക് പാർക്കിംഗ് സൗകര്യവും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് അല്ലാണ്ട് ഒരു വിഷയങ്ങളും ഇല്ല. ഇതാണ് ഇവിടെ ഇരിക്കാൻ ഉള്ള സൈഡ് അരമതിലുകൾ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അഴീക്കൽ ബീച്ച്. നല്ലൊരു ബീച്ചാണ്, കാണാനും നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ പാറകളൊക്കെ ഇറക്കി സൈഡിലിട്ടിട്ടുണ്ട്. ഇപ്പം ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബീച്ചാണ്. ഇതിനു മുമ്പ് വരെ ഭയങ്കര തിരക്കും കാര്യങ്ങളുമായിരുന്നു. അടുത്ത് കൊല്ലം ബീച്ചും ആലപ്പുഴ ബീച്ചും ഒക്കെ ഉണ്ടെങ്കിലും ഈ ബീച്ചിൽ വളരെയധികം ക്രൗഡ് വരാറുണ്ട് ആൾക്കാർ. ഇപ്പം ഈ ലോക്ക്ഡൗണിൻ്റെ കുറേ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് അധികം ആൾക്കാരില്ലാത്തത്. ഇപ്പം അതാ ആൾക്കാരെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടുതലും ഫാമിലീസും കാര്യങ്ങളുമാണ്. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. ഫാമിലീസും എല്ലാ ആൾക്കാർക്കും. അധികം കടകളും കാര്യങ്ങളും ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. അതുപോലെ ഹോട്ടൽസ് ഒന്നും അവൈലബിൾ അല്ല. ഇവിടെ നമ്മുടെ ഈ ബീച്ചിൻ്റെ അവിടുന്ന് നമ്മൾ ബീച്ചിൽ നിന്ന് കുറച്ച് സൈഡിലോട്ട് നീങ്ങുമ്പോഴത്തേക്ക് അവിടെ കടലിലോട്ട് നേരെ ഒരു കടൽപ്പാലം പോലെ പണിഞ്ഞിട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് നടന്ന് അങ്ങേ അറ്റം വരെ പോവാം. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പാലത്തിൻ്റെ വർക്ക് നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് തീരദേശ റോഡ് വഴി നമുക്ക് ഈ പാലം വഴി നമുക്ക് അപ്പുറത്ത് ആലപ്പുഴയുടെ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഈ റോഡ് കണ്ടിന്യൂസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും. ഈ സൈഡിലൊക്കെ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാരുണ്ടാവും. സാധാരണ ചൂണ്ടയിടാനും ബാക്കിയുള്ള കാര്യത്തിനും എല്ലാമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ടാവും. സ്ഥിരമായിട്ട് ചൂണ്ടയിടുന്ന ഒരു സ്ഥലമാണിത്. ഇഷ്ടംപോലെ മീനെ കിട്ടാറുണ്ട്. ഈ സൈഡ് ഫുള്ള് പാറ നമുക്ക് ഇറക്കിയിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബീച്ച്. ഇവിടെ നിന്നിട്ട് ഇതാണ് ബീച്ചിൻ്റെ ഒരു സൈഡും ഫുള്ള് ഇങ്ങനെയാണ്, ഈ പാറയാണ് ഫുള്ള് ഇറക്കിയിട്ടിരിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല വ്യൂ ആണ്. ഇവിടെ 2 സൈഡായിട്ട്, ഒരു സൈഡ് കടലും ഒരു സൈഡ് കായലുമായിട്ടാണ്. അപ്പുറത്തെ സൈഡും ഇതുപോലെ തന്നെ പണിഞ്ഞ് ഇട്ടിട്ടുണ്ട്. അവിടെ കൂടെ നടന്ന് നമുക്ക് കടലിലേക്ക് പോകാൻ പറ്റും. ഏകദേശം 2 കിലോമീറ്ററോളം ഇത് കടലിലോട്ട് അവർ പാറ ഇറക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് പോകാം. അവിടെ നല്ല വ്യൂ ആണ്. ഫുള്ള് തിരകളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ്. അവിടെ സൺസെറ്റ് സമയത്ത് നമുക്ക് നല്ല വ്യൂ കിട്ടും. അവിടെ നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഏകദേശമൊക്കെ ഒഴിഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ സാധാരണ ഇങ്ങോട്ടൊന്നും ആരെയും അങ്ങനെ കയറ്റി വിടാറേ ഇല്ല. നമുക്ക് ഇങ്ങോട്ടൊന്നും വരാൻ പോലും പെർമിഷൻ പോലീസുകാർ തരത്തില്ലായിരുന്നു. ഇപ്പോൾ എന്തായാലും കുറേ നാളിന് ശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് ഫുള്ള് കാണാൻ പറ്റി. കുറേ നാളായി ഈ ഭാഗത്തോട്ടൊക്കെ വന്നിട്ട്. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ റൂട്ടും കാര്യങ്ങളും ഇടുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വന്ന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് അങ്ങേ അറ്റത്തോട്ട് നടന്നു പോവാം. എന്നിട്ട് ഞാൻ കൂടുതൽ അവിടെ ചെന്നിട്ട് കൂടുതൽ വ്യൂസ് കാണിച്ചു തരാം.
ഇതുവഴി നടക്കാനൊക്കെ കുറച്ച് പാടായിരുന്നു. ആദ്യ സമയത്തൊക്കെ ഫുള്ള് കല്ലും കാര്യങ്ങളും ആയിരുന്നു. ചെരുപ്പില്ലാതെ ഈ ഭാഗത്തോട്ടൊന്നും വരാനേ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പം ഇവർ മണ്ണൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. അത് കാരണം നടന്ന് നമുക്ക് അവിടെ വരെ പോകാൻ ഒരു പ്രോബ്ലംസും ഇല്ല. പണ്ട് ഇതുവഴി വരാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഫുള്ള് ഇതായിരുന്നു, മണ്ണും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ട് ഇപ്പം നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നടന്ന് വരാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇതാണ് സൂപ്പറാണ് സത്യം പറഞ്ഞാൽ. ഈ നടന്ന് നമ്മൾ ഈ റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വളരെ നല്ല കുറേ വ്യൂസ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഭംഗിയാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ റോഡ് അകത്തോട്ടുള്ളതെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല വരാനാണെങ്കിലും ബാക്കിയുള്ള കാര്യത്തിനാണെങ്കിലും. ഇതാ ഇവിടെ ചൂണ്ടയിടലും പരിപാടിയൊക്കെ ഞാൻ പറഞ്ഞില്ല, ചേട്ടന്മാർ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇതുപോലെ വൈകുന്നേരങ്ങളിൽ വരാമെങ്കിൽ നമുക്ക് വളരെ നല്ല ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇപ്പം മഴയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വളരെ നല്ല കാഴ്ചകൾ ഇവിടെ കാണാൻ പറ്റും. ഇങ്ങോട്ട് നടന്നു വരിക എന്നുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഏകദേശം 2 കിലോമീറ്റർ നടക്കണമെന്നേ ഉള്ളൂ. ഇതാ മീനൊക്കെ പിടിച്ചിട്ട് ബോട്ടുകളൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കായലാണ്, അതാണ് കടൽ. കടൽ കട്ട് ചെയ്ത് കായലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് അതുവഴി കറങ്ങിയാണ് ഹാർബറിൽ പോകുന്നത്. അപ്പോൾ പാലത്തിൻ്റെ ഇടയ്ക്കൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട് കയറി പോകാനായിട്ട്. അതുവഴി കയറി പോകാൻ പറ്റും. ഇവിടെ കംപ്ലീറ്റ് ആൾക്കാർ മീൻപിടുത്തം പരിപാടിയാണ്. അതായത് ഫുള്ള് റോഡൊക്കെ വെച്ചിട്ട് പമ്പൻ സെറ്റപ്പ് മീൻപിടുത്തമാണ്. നല്ല ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. നല്ല കടൽ വളരെ ശാന്തമായിട്ട് കിടക്കുന്ന ഒരു കടൽ. നമുക്ക് വെളിയിൽ നിന്ന് നമ്മൾ ബീച്ചിൽ നിന്ന് കാണുമ്പോഴുള്ള തിരകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കുറച്ച് ശകലം അകത്തോട്ട് കയറുന്ന സമയത്ത് ഇവിടെ അധികം ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇതിൻ്റെ എൻഡിൽ ഭയങ്കര തിരയാണ്, വെള്ളം അടിച്ച് കയറാറുണ്ട്. എനിക്ക് തോന്നുന്നൊരു വൈകുന്നേര സമയങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തിരമാലയും കാര്യങ്ങളും ഒക്കെയാണ്. നല്ലൊരു ഭംഗി, വളരെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷങ്ങളാണിതൊക്കെ. നമുക്ക് അടിപൊളി ലുക്കാണ്. ഫുള്ള് നല്ല കടലും ആ നീല ആകാശമൊക്കെ ഫുള്ള് കിടിലനായിട്ടുണ്ട്. നമ്മൾ ഈ ലോക്ക്ഡൗണിലൊക്കെ ഇരുന്നിട്ട് ഒത്തിരി മാനസികമായ സമ്മർദ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങോട്ടും പോകാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻസാണ്. കാരണം കൊറോണ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ടൂറിസ്റ്റ് പ്ലേസസും അവർ റെസ്ട്രിക്റ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇപ്പം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഓപ്പൺ ആക്കി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫാമിലിയായിട്ടൊക്കെ പുറത്ത് ഇതുപോലെ ഇവിടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ അടുത്തുള്ളവർക്കും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ സുഖമായിട്ട് വന്ന് കണ്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസാണിത്. ഏകദേശം 1 കിലോമീറ്ററൂടെ 1.5-2 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടക്കാൻ കുറച്ചുകൂടെ ക്ഷമയും കാര്യങ്ങളും ഉള്ളവർ മാത്രം നടന്നു വരിക. കാരണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അസറ്റായിരിക്കും. നല്ല കുറച്ച് കാഴ്ചകൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ. ഏകദേശം നമ്മളൊരു 2 കിലോമീറ്റർ അടുത്തോളം നമ്മൾ കടലിനകത്തേക്ക് വന്നുകൊണ്ട് നല്ല ഭംഗിയാണ് ഇവിടെ കാണാനും എല്ലാം.
ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ വ്യൂ. ഏകദേശം 6 മണിയായി. അടിപൊളി വ്യൂ ആണ് ഈ ഒരു സമയത്ത്. എല്ലാവരും വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ വരിക, 4 മണി 5 മണിയൊക്കെ ആ ടൈമിലേക്ക് നമ്മൾ വരിക. വന്നു കഴിഞ്ഞാൽ നല്ല കിടിലൻ സൺസെറ്റ് വ്യൂ ഒക്കെ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും കിട്ടുന്ന സമയത്തിൽ ഈ ഒരു ലൊക്കാലിറ്റിയിൽ എത്താൻ പറ്റുമെങ്കിൽ എത്തുക. ഇവിടെ വളരെ നല്ല ഈ ഞാൻ വിഷ്വലി കാണിച്ച അതിനെക്കാട്ടി ഭംഗിയുള്ളൂ. ഇതിലും നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബീച്ചാണിത്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വലിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഫാമിലിയായിട്ട് വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്നൊരു ബീച്ചാണ്. അപ്പോൾ എല്ലാവരും വരിക, വന്നിട്ട് ഇവിടെ എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ ആൾക്കാരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.